ലാലേട്ടന്റെ ഭ്രാന്തും ഇട്ടിമോണിയൊക്കെ ഓർമ്മയില്ല എന്റെ പൊന്നോ. കവിള് എടറണ ഒരു സാധനം ഉണ്ടല്ലോ, ഓ വിഷയം. ഹലോ ഗൈസ്, എല്ലാവർക്കും എക്സ്ട്രാ ലൗഡിന്റെ ആദ്യത്തെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ അർജുൻ. ഞാനേതു ഞാൻ നിതിൻ. അപ്പൊ നമ്മുടെ ആദ്യത്തെ പോഡ്കാസ്റ്റ് ആണ്. അപ്പൊ എന്താണ് ഇന്നത്തെ ടോപ്പിക്? ഇപ്പൊ നമ്മള് എന്താണ് തന്നെ ഇന്നത്തെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അവർ ഹോപ്സ് ഓൺ ദ മൂവി തുടരും കാണാൻ പോകാനുള്ള നമ്മുടെ ഹോപ്പ്, അതാണ് ഇന്നത്തെ ടോപ്പിക്. അതെ, നമ്മുടെ ടോപ്പിക് തുടരുവാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഒട്ടുമിക്ക മലയാളികളും ഒന്ന് നോക്കി നിൽക്കുന്ന ഒരു മൂവിയാണ് തുടരും എന്ന് പറയുന്നത്. കാരണം ഒന്നാമത്തെ മെയിൻ റീസൺ എന്ന് പറയുന്നത് തരുൺ മൂർത്തി എന്ന് പറയുന്ന ഡയറക്ടറാണ്. കാരണം നമ്മൾക്കറിയാം, സൗദി വെള്ളയ്ക്കാണെങ്കിലും അതുപോലെ തന്നെ ഓപ്പറേഷൻ ജാവി ആണെങ്കിലും ഇതൊക്കെ ഇതിന്റെയൊക്കെ ഒരു സ്റ്റോറി ലൈനും അതുപോലെ തന്നെ അതിന്റെയൊക്കെ ഒരു കണ്ടന്റും ആണ് മെയിൻ റീസൺ എന്ന് എനിക്ക് തോന്നുന്നത്. എന്താണ് അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? സിനിമയുടെ ഓക്കെ, ആദ്യം നിതിൻ പറയട്ടെ. അതെ, എനിക്ക് ലാലേട്ടന്റെ മുഖത്ത് ബോട്ടോക്സ് ഒക്കെ നീങ്ങിയ ഒരു സന്തോഷമാണ്. അതെ 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 ടു ബി ഓണസ്റ്റ്, കാരണം ആ ട്രെയിലർ കട്ടില് ആ ഒരു പോർഷനിലാണ് മറ്റേ ലാസ്റ്റ് ഒരു last. 0.25 ലാസ്റ്റ്, അതെ, അത് വിഷയം. അത് ഞാൻ വിചാരിച്ച എനിക്ക് മാത്രമേ തോന്നിയുള്ളൂ. മറ്റേ സതയത്തിലെ ആ ഒരു സംഭവം ഇല്ലേ, ആ ഒരു ലാസ്റ്റ് പുള്ളി ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോ പുള്ളിയുടെ ആ ഒരു വേരിയേഷൻ ഇല്ലേ ക്യാരക്ടർ ആർക്കിൽ വരുന്ന ആ സാധനം, ആ ആ ഒരു സംഭവം എനിക്ക് ആ ഒരു ട്രെയിലർ കട്ടില് ലാസ്റ്റ് ആ പോർഷനിൽ ആ 0.25 എനിക്ക് അത് കിട്ടി. അതാണ് എനിക്ക്, ഞാനപ്പോ വിചാരിച്ചു എനിക്ക് മാത്രമേ തോന്നിയത്. പിന്നെ ഇൻസ്റ്റ എടുത്ത് തുറന്നു നോക്കിയപ്പോഴാണ് മനസ്സിലായ, നോക്കുമ്പോ എല്ലാരും അതിനെക്കുറിച്ച് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എനിക്ക് മനസ്സിലായി, ഓക്കെ ഫൈൻ, എല്ലാവർക്കും ആ ഒരു പ്രതീക്ഷയുണ്ട്. ഫൈനലി എക്സ്പ്രഷൻസ് കെയിം ടു ഹിസ് ഫേസ്. അത് പിന്നെ അല്ല, അത് മാത്രമല്ല പറഞ്ഞു. അല്ല അത് മാത്രമല്ല കാരണം നമുക്ക് അത് കഴിഞ്ഞിട്ടൊരു പോസ്റ്റർ വന്നായിരുന്നു. അതായത് ഒരു പോലീസ് സ്റ്റേഷന്റെ സൈഡിൽ എല്ലാം തകർന്ന രീതിയിൽ ഇരിക്കുന്ന ഒരു ലാലേട്ടൻ. അതുപോലെ തന്നെ ആ ട്രെയിലറിൽ നോക്കുകയാണെങ്കിൽ ആ കണ്ണിന്റെ ഷോട്ട് കാണുമ്പോൾ പഴയ ഒരു ലാലേട്ടന്റെ ഒക്കെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ആ കണ്ണിലെ തീഷ്ണതയൊക്കെ വന്ന പോലത്തെ ഒരു ഫീലിങ്സ്, ആ ഒരു അതാണ് ഫീലിംഗ് പറഞ്ഞത്. എനിക്ക്. പക്ഷെ എടാ, ഇതിന്റെ പുറകില് കുറെ മറ്റേ ഫേക്ക് ആയിട്ടുള്ള ഈ പോസ്റ്റേഴ്സ് ഒക്കെ വന്നിട്ട് ഈ മൂർത്തി കുറെ പോസ്റ്റർ ഉണ്ടായി. കാരണം ഞങ്ങളുടെ ഞങ്ങളുടെ കഥ ഇതല്ല, ക്രൈം ഡ്രാമയല്ല, ത്രില്ലർ അല്ല, ഫാമിലി ഡ്രാമയാന്നൊക്കെ പറഞ്ഞ് പുള്ളി അത് കൺവിൻസ് ചെയ്യാൻ വേണ്ടി കുറെ കാര്യങ്ങൾ പോരാത്തതിന് ക്യൂവിലും അതിലും ഇതിലും എല്ലാത്തിലും കയറി ഇന്റർവ്യൂവും കൊടുക്കണ്ടായി. അപ്പൊ എനിക്ക് പുള്ളി തോന്നുന്നു പറയാൻ ഒക്കെ ഓപ്പറേഷൻ ജാവയാണെങ്കിൽ ഇപ്പൊ സൗദി വെള്ളിക്കാണെങ്കിലും ചെറിയ ചെറിയ ലൈക്ക് ഇപ്പൊ ലൈഫിൽ നടക്കുന്ന ചെറിയ ചെറിയ പോയിന്റ്സ് എടുത്തിട്ട് അത് എത്രത്തോളം റിയലിസ്റ്റിക് ആയിട്ട് അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണിക്കാൻ പറ്റും, ആ ഒരു രീതിയിലാണ് പുള്ളിയുടെ ഒരു നാരേറ്റീവ് പുള്ളി എപ്പോഴും സെറ്റ് ചെയ്യുന്നത്. ഇതിപ്പോ കഥയുടെ ഇപ്പൊ ഇത് പറയുകയാണെങ്കിൽ എനിക്ക് മെയിൻ ആയിട്ടുള്ള ഇതെന്ന് പറയുന്നത് പുള്ളിയുടെ കഥയല്ല. മെയിൻ ആയിട്ട് സുനിൽ എന്ന് പറയുന്ന ഇതൊരു പുള്ളിയുടെ കഥയാണ്. അതിപ്പോ രജപുത്ര പുള്ളിനെ വിളിച്ചിട്ട് ആ കഥയിൽ വർക്ക് ചെയ്യിച്ചിട്ടാണ് അവർ ആ സ്ക്രീൻ പ്ലേ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ. അതുകൊണ്ട് എനിക്ക് അത്രയും പുള്ളിയുടെ ഒരു കോർ ഐഡിയ എന്നാണ് അത് സംഭവം വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു സാധനം പടം ക്രിസ്പായന് ഓക്കെ ക്രിസ്പായൻ എന്നുള്ളൊരു തോട്ടുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല. ഇതിപ്പം രഞ്ജിത്ത് പുള്ളിനെ വിളിച്ചിട്ട് ഈ സുനിൽ എന്ന് പറയുന്ന പുള്ളിയുടെ സ്ക്രിപ്റ്റ് ഐഡിയ നല്ല എന്ന് പറഞ്ഞിട്ട് അത് നറേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നാണ് പുള്ളി ആ സ്ക്രീൻ പ്ലേ സെറ്റ് ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ ഈ ഫോർമൽ ഫിലിംസിൽ പറയുന്ന പോലുള്ള സെറ്റപ്പിലല്ല ഈ പറയുന്ന ഫസ്റ്റ് ഓഫ് ഓൾ തുടരും സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു ഇനിഷ്യൽ ഔട്ട് വന്നിരിക്കുന്ന സ്ക്രിപ്റ്റിലേക്കുള്ള. അപ്പൊ അതില് ആ ഒരു സംഭവത്തിൽ മാത്രം എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്ന് വെച്ചാൽ ഓക്കെ, പുള്ളിയുടെ കോർ ഐഡിയ അല്ല, പുള്ളി വേറെ ആളുടെ കയ്യിൽ നിന്ന് കേട്ടു. അതിൽ നിന്ന് പുള്ളിയുടെ ഒരു ഇന്റർവ്യൂവിലും പുള്ളി ഇതുപോലെ പറയുന്നുണ്ടായി, സോ കോൾഡ് പുള്ളി ഇപ്പം അയാളുടെ കഥ കേട്ടപ്പോഴും പുള്ളിക്ക് അതിൽ ത്രില്ലിംഗ് ആയിട്ടൊന്നും തോന്നിയൊന്നുമില്ല. പക്ഷെ പുള്ളി എന്തുകൊണ്ടാണ് ആ പുള്ളി ഈ കഥ എഴുതാനുള്ള കാരണം തിരക്കിയപ്പോ പുള്ളി ഇതുപോലെ പറഞ്ഞു, ലൈക്ക് മേ ബി ഒരു ആക്സിഡന്റ് ആയിരിക്കാം. ആക്സിഡന്റ് ലൈക്ക് നടന്ന ഒരു കാർ നോക്കി നിൽക്കുന്ന ഒരു പുള്ളി താടിക്കും കൈ കൊടുത്തൊരു മതിലെ നിൽക്കുന്ന ഒരു സീൻ, അതിൽ നിന്നാണ് പുള്ളിക്ക് ആ ഒരു ലൈക്ക് എന്താ പറയാ ഐഡിയ സ്പാർക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആ സ്പാർക്ക് പിടിച്ചിട്ടാണ് പുള്ളി അതിന്റെ നെറേറ്റീവ് സെറ്റ് ചെയ്തിട്ട് പുള്ളി അതിന്റെ അനുസരിച്ച് സ്ക്രീൻ പ്ലേ മാറ്റിയെന്ന് പറയണ്ടേ. അപ്പം ഇത് കോറായിട്ട് തരുൺ മൂർത്തിയുടെ ഒരു ഐഡിയ അല്ല. അപ്പം അതിലെനിക്കൊരു ഡൗട്ടുണ്ട്. പിന്നെയുള്ളത് ലാലേട്ടൻ, എനിക്ക് അപ്പോഴുള്ള എക്സ്പെക്ടേഷൻ പിന്നെയുള്ളത് ഓക്കെ തരുൺ മൂർത്തിയുടെ പടം ഫസ്റ്റ്, പിന്നെ സ്ക്രിപ്റ്റ് പുള്ളിയുടെ അല്ല, കോർ ഐഡിയ പുള്ളിയുടെ അല്ല, അപ്പൊ ആ നറേറ്റീവ് പുള്ളിയുടെ അല്ലാത്തപ്പം പിന്നെ നമ്മളെ ഓക്കെ ട്രെയിലറിലാണ് പുള്ളി പിടിച്ചത്.
കാരണം ട്രെയിലറിൽ ആ ഒരു സാധനം കണ്ടില്ലേ, ഒരു 0.25 സെക്കൻഡ് ഈ പറഞ്ഞ പോലെ നീ പറഞ്ഞില്ലേ പഴയ ഒരു ലാലേട്ടനെ കാണാൻ പറ്റി. ആ അത് സാധനം ഒരു ഹൈ ഉണ്ട്, സംഭവം ശരിയാണ്, എനിക്കും കിട്ടിയത്. എനിക്ക് തോന്നുന്നു സീക്കയുടെ ഇത് പറ. എനിക്കിതിൻ്റെ അകത്ത് എക്സ്പെക്ടേഷൻ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തരുൺ മൂർത്തി തന്നെയാണ്. തരുൺ മൂർത്തി ആക്ച്വലി പുള്ളിയുടെ ഒരു മേക്കിംഗ് സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. പുള്ളി മാക്സിമം എന്തോരം ഊറ്റാൻ പറ്റും അത്രയും പുള്ളി ഊറ്റും. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് മോഹൻലാലിനെയാണെന്നുണ്ടെങ്കിൽ തന്നെ പുള്ളി അതുപോലെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന പോലെ അല്ല, ഒരു കൊമേഴ്ഷ്യൽ സംഭവം എന്നതിനപ്പുറത്തേക്ക് ഇതിൻ്റെ അകത്തേക്ക് എന്തെങ്കിലുമൊക്കെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് എന്തായാലും പുള്ളി അത് വെക്കാനായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. അതിനുള്ള പുള്ളി എന്തായാലും ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത്. ചുമ്മാ ജസ്റ്റ് ഒരു കൊമേഴ്ഷ്യൽ സെറ്റപ്പ് എന്നുള്ള ഇതിൽ മോഹൻലാലിനെ പ്രസന്റ് ചെയ്യുക. ഇപ്പോൾ കഴിഞ്ഞ പടമൊക്കെ അറിയാലോ, എല്ലാം അത് മാത്രല്ല, ഇപ്പൊ ലാലേട്ടൻ എപ്പോഴും അതപ്പതിച്ചിരിക്കുന്ന സമയത്ത് ഈ സോക്കോൾഡ് ഒരു മീഡിയോക്കോർ ക്യാരക്ടറിലാണ് എപ്പോഴും. ഇപ്പൊ പണ്ട് ഈ പറഞ്ഞ മറ്റേ പ്രിൻസും മറ്റേ സാധനമൊക്കെ ഇറങ്ങിയ സമയത്താണ് ബാലേട്ടൻ വന്നത്. ബാലേട്ടൻ വന്ന സമയത്ത് അത് അപ്പൊ പുള്ളിയുടെ പടം കണ്ടിന്യൂസ് പൊട്ടിക്കൊണ്ടിരുന്ന സമയത്താണ് ബാലേട്ടൻ റിലീസ് ആവണം. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് അതിന് മുമ്പുള്ള റിലീസൊക്കെ ശോകമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ ഒരു എന്ന് വെച്ചാൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ക്യാരക്ടേഴ്സ് പുള്ളി ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോ ആൾക്കാർക്ക് ഒരു മടുപ്പ് വന്നു. പിന്നെ പുള്ളി ഇറങ്ങി ലൈക്ക് സാധാരണക്കാരൻ എന്നുള്ള ഇമേജിലേക്ക് ഇറങ്ങി വന്നിട്ട് പുള്ളി ആ ഒരു സ്റ്റാറിനെ പിന്നെയും തിരിച്ചു പിടിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അത് തന്നെയാണ് പുള്ളി ലൈക്ക് ഇവരുടെ ബേസിക് ഐഡിയ അതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഓക്കെ ഇപ്പൊ കഴിഞ്ഞ സിനിമകളിലൊക്കെ ഇപ്പൊ പുള്ളി നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഉണ്ണികൃഷ്ണനും ഒക്കെ ആയിട്ട് സിനിമകൾ ചെയ്ത് അപ്പൊ അതുപോലത്തെ മറ്റേ ടീംസുമായിട്ടായിരുന്നു പടം ചെയ്തിട്ടിരുന്ന വെച്ചത്. ഇപ്പൊ കുറച്ച് നല്ല ഡയറക്ടേഴ്സിനെ പുള്ളി വെക്കുന്നുണ്ട്. ഇപ്പൊ എന്താ ഇപ്പൊ അവസാനമായിട്ട് മലൈക്കോട്ട വാലിപ്പൻ അവിടെ നിന്നല്ലേ തുടങ്ങുന്നത്, ചേഞ്ച് വരുന്നത്. സംഭവം മനസ്സിലായി. അത് ഓക്കെ, എന്നാലും ശ്രമം നടത്തുന്നുണ്ടല്ലോ. ചുമ്മാ പോയിട്ട് ഇട്ടിമാണിയൊക്കെ ഓർമ്മയില്ല, എന്റെ പൊന്നോ, ഇങ്ങനത്തെ കാലിബറുള്ള ഒരാളും ഷൂട്ട് ചെയ്യണത്. അത് മാത്രമല്ല, ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്ന പുള്ളി ലൈനപ്പിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഇപ്പൊ ജിത്തു മാധവന്റെ പടം വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പുതിയ ഡയറക്ടേഴ്സിന് ഇപ്പൊ നിലവില് ഇപ്പൊ പുള്ളി കുറച്ച് എനിക്ക് തോന്നുന്നു പുതിയ ഡയറക്ടേഴ്സിന് ചാൻസ് കൊടുക്കുന്നുണ്ട്. കാരണം ജിത്തു മാധവന്റെ വരുന്നുണ്ട്, അതുപോലെ തന്നെ വേറെ ഏതോ നമ്മുടെ ഉണ്ണിമേനോനാ ആരാണ്, ഉണ്ണിമേനോനല്ലല്ലോ, നമ്മുടെ അനൂപ് മേനോൻ. അനൂപ് മേനോന്റെ ഒരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് എന്താവുമെന്ന് എനിക്കറിയാൻ പാടില്ല. അനൂപ് മേനോൻ പഴയ പോലെയൊക്കെ എന്തായാലും മറ്റേ ഫിലോസഫിയും പരിപാടിയായിരിക്കും, അതെന്തായാലും ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പൊ എനിക്കത് ഇഷ്ടോട്ടോ. എനിക്കും ഇഷ്ടമൊക്കെ തന്നെയാണ്. കാരണം എനിക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ സിനിമകളൊക്കെ ഉണ്ടല്ലോ, ഒരു സമയത്ത് ജയസൂര്യയായിട്ട് കുറെ പടം ഉണ്ടായിരുന്നില്ലേ, നമ്മുടെ ബ്യൂട്ടിഫുൾ, അതുപോലെ ട്രിവാൻഡ്രം ലോഡ്ജ്, പിന്നെ ഹോട്ടൽ കാലിഫോർണിയ. ഈ പുള്ളിയായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്തായാലും ഈ ഫിലോസഫി പടമായിരിക്കും വരാൻ പോകുന്നത്. എന്നാലും നേരത്തെ പോലെ ഞാൻ പറഞ്ഞില്ല, ഇട്ടിമാണി അതുപോലത്തെ ആ ലെവലിലേക്ക് എന്തായാലും പോകില്ല സിനിമ. എന്തേ കൊള്ളൂല്ല എന്നുണ്ടെങ്കിലും ഒരു റേഞ്ച് ഓഫ് കൊള്ളായ്മ മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോ ഞാൻ പറയട്ടെ, നേരത്തെ പറഞ്ഞൊരു കാര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെന്നാണ് തരുമൂർത്തി വന്നിട്ട് പറയുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഓൾറെഡി ഇപ്പൊ ആൾക്കാർ ആ ലാലേട്ടൻ വന്നിട്ട് പറയണുണ്ട് ദൃശ്യം പോലത്തെ ഒരു പടം ആണെന്ന് പറഞ്ഞതിനെ ബേസ് ചെയ്തിട്ടാണ് ആൾക്കാർ ആ ക്രൈം ഡ്രാമ എന്നുള്ള രീതിയിലേക്ക് പോയത്. അപ്പൊ പുള്ളി വന്ന് തിരുത്തണം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ ക്രൈം ഡ്രാമ എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ വെച്ച് പോയിട്ട് പടത്തിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കരുതല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് ഒരുപാട് എന്താ പറയാ, നമുക്ക് ഒരുപാട് അതിന് എന്താ ഓൾറെഡി പറഞ്ഞിട്ട് അതല്ലാതെ വന്ന് പൊട്ടിയ പടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. എക്സ്പെക്ടേഷൻ ഉദ്ദേശിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാലേ പുള്ളിയുടെ നറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഒക്കെ കഥക്ക് ഓക്കെ ആ ക്യാരക്ടേഴ്സിന്റെ ആർക്കിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും, ഹൈ മൊമെന്റ്സ് ഉണ്ടാവും, ലോ മൊമെന്റ്സ് ഉണ്ടാവും. പക്ഷെ അവരുടെ ജീവിതത്തിന്റെ ഒരു ഏട് മാത്രമാണ് പുള്ളി ഇപ്പോഴും എടുത്ത് കാണിക്കുന്നത്. ഒരു സ്റ്റാർട്ട് ടു എൻഡ്, അത് കഴിഞ്ഞിട്ട് അവർക്ക് ലൈഫുണ്ട്, അതിനു മുമ്പ് അവർക്ക് ലൈഫുണ്ട്, അതിന്റെ ഇടയിലുള്ള കുറച്ച് പോർഷൻസ് നമ്മളിൽ കൂടെ കടന്നു പോകുന്നത്. ആ രീതിയിലാണ് പുള്ളി നറേറ്റീവ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പം സൗദി വെള്ളമൊക്കെ എടുത്താലും അങ്ങനെയാണ്, ഓപ്പറേഷൻ ചാവ് എടുത്താലും അങ്ങനെയാണ്, ഇപ്പൊ തുടരും എടുക്കുമ്പോഴും എനിക്ക് തോന്നുന്നു പുള്ളി ഓക്കെ അയാളുടെ ലൈഫിൽ കുറച്ച് ത്രില്ലർ മൊമെന്റ്സ് ഉണ്ടാകും, ഇതും ഉണ്ടാവും, ലൈക്ക് ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പീക്ക് ആയിട്ട് നിൽക്കുന്ന മൊമെന്റ്സ് ഉണ്ടാവും, അതുപോലെ ഡൗൺ സൈഡും ഉണ്ടാവും. ഒരു ഫാമിലി
കടന്നു പോവും. നോർമലി. ഇതും കഴിഞ്ഞിട്ട് വേറെ ലൈഫ് ഉണ്ടാവും. അതെ അതെ അതൊരു അതെ. ലൈക്ക് ഒരു ഹാപ്പി എന്നുള്ള രീതിയിൽ പുള്ളി അത് എൻഡ് ചെയ്യിക്കും. ആരും അറിയാത്ത രീതിയിൽ ഒരു കാര്യം പറഞ്ഞ് അയാൾക്ക് മാത്രം അറിയാവുന്ന രീതിയിൽ ഒരു വലിയ രഹസ്യം, അല്ലെങ്കിൽ അയാൾക്ക് മാത്രം അറിയാവുന്ന രീതിയിൽ അയാളുടെ ജീവിതത്തിൽ സംഭവിച്ച വേറെ ആരും കേട്ടാൽ വിശ്വസിക്കാത്ത രീതിയിലുള്ള ഒരു കാര്യം നമ്മൾ ഓഡിയൻസിന് അറിയായിരിക്കും, അയാൾക്കും അറിയായിരിക്കും എന്നുള്ള രീതിയിൽ ഒരു കഥ നിർത്തുന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ ആളത് ലൈക്ക് കൺസീവ് ചെയ്തിട്ടുണ്ടാവുക. ആരെങ്കിലായിരിക്കും ഓക്കെ പുള്ളി അതുകൊണ്ടായിരിക്കും പുള്ളി പറയണത് നിങ്ങൾ ഒരുപാട് ത്രില്ലർ പ്രതീക്ഷിച്ചു പോലും ഒരു ക്ലൈമാക്സ് ആയി പ്രതീക്ഷിച്ചു പോലും, ലൈക്ക് ആ രീതിയിലൊന്നും ആർക്കൊന്നും സെറ്റ് ചെയ്യാണ്ടായിരിക്കും പുള്ളി അത് ഓക്കെ. ആ പുള്ളിയുടെ എന്താണോ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന നെറേറ്റീവ്, ആ നെറേറ്റീവ് തന്നെ ആയിരിക്കും പുള്ളി പണിതിട്ടുണ്ടാവുക. ഓക്കെ, അതായിരിക്കും പുള്ളി കണ്ടിന്യൂസ് ആയിട്ട് ഇന്റർവ്യൂവിൽ കയറി വരുന്ന പറയണത്. മക്കളെ അതെ അതെ. നിങ്ങള് കാരണം അതെ ആ ഒരു നിങ്ങള് എക്സ്പെക്ടേഷൻ, ദൃശ്യം ഒന്നും അതെ വിശ്വസിച്ച് അതെ കാണല്ലേ. അതെ. കാരണം അതെ എക്സ്പെക്ടേഷൻ ആണല്ലോ. കാരണം നമുക്ക് ഓൾറെഡി കുറെ എക്സാമ്പിൾസ് ഓൾറെഡി ഉണ്ട്. എക്സ്പെക്ടേഷൻ ഒരു ഡയറക്ടർ വന്നിട്ട് അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് അറിയാതെ വന്ന ഒരു എക്സ്പെക്ടേഷൻ ആണെങ്കിലും അത് എക്സ്പെക്ട് ചെയ്ത് പോകുമ്പോ നമുക്ക് അതിന് തീരെ എന്താ പറയാ തിരിച്ചടിക്കുന്ന പോലത്തെ സിറ്റുവേഷൻസ് വന്നിട്ടില്ലേ. ഞാൻ അപ്പൊ എന്തായാലും മെയിനിൽ അത് തന്നെയായിരിക്കും. ഞാൻ എന്തായാലും കൂടാതെ അങ്ങനത്തെ മെയിൻ എക്സ്പെക്ടേഷൻ ഒന്നും വെക്കുന്നില്ല. ടിപ്പിക്കൽ തരുൺ മൂർത്തി ആ പടം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളു. കാരണം അങ്ങനെ എല്ലാ പടവും ഇപ്പൊ അങ്ങനെ അതെ കാണാൻ അതെ പോകുന്നത്. ഈ അടുത്ത് എന്തെങ്കിലും ലാലേട്ടന്റെ ഭ്രാന്തും. അതെ അതെ. ലാലേട്ടന്റെ ഭ്രാന്ത് എനിക്ക് ലാലേട്ടന്റെ ഭ്രാന്ത്. അതാണ് മെയിൻ. ലാലേട്ടന്റെ ഭ്രാന്ത്. അയാൾക്ക് കിളി പോകും പോരെ, അതാണ് ഹൈ. എനിക്ക് തോന്നണത് മറ്റേ ഒരു നമ്മുടെ ട്രെയിലറിന് ഭ്രമരം കൊള്ള അല്ലെ, ഒരു ഭ്രമരത്തിലൊക്കെ. അതെ, ആ ഒരു എന്ന് വെച്ചാ ട്രെയിലർ തന്നെ പുള്ളി ഒരു ഹൈ പോയിന്റ് കൊടുത്തിട്ടുള്ളത് വണ്ടി കൈ കിട്ടിയ അങ്ങേർക്ക് കിളി പോകും എന്നുള്ളൊരു സാധനം. അതെ 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 അതെ. തന്നെ സംഭവമാണ് ആ ഷോട്ട്. ആ ലോ ആംഗിളിൽ പുള്ളി ആരെയോ നോക്കി ആ ഒരു കവിള് എടറണ ഒരു സാധനം ഉണ്ടല്ലോ, ഓ വിഷയം, രോമം പൊങ്ങും. സീക്കൊക്കെ വർഗാസായിരിക്കും. നല്ല സീക്ക്. അറിയാലോ. ഏത് അല്ല എടാ തുടരും എന്നുള്ള പടം ഇൻ കേസ് ഇവര് അതിന്റെ റിലീസിംഗ് ഡേറ്റ് എന്തുകൊണ്ട് നീട്ടിക്കൊണ്ട് പോകുന്നു, അതിന്റെ മാർക്കറ്റ് എന്താണ് അവര് ലൈക്ക് ആ ഒരു മാർക്കറ്റ് എന്താണ് അവര് എന്താണ് അല്ല പ്രൊഡ്യൂസേഴ്സ് ഡിസൈഡ് ചെയ്തിരിക്കുന്നതെന്നൊന്നും മനസ്സിലാവില്ല. അവര് ഡിസൈൻ ചെയ്തിരിക്കുന്നുണ്ടല്ലോ. ഓക്കെ, എമ്പുരാന് മുമ്പ് ഷൂട്ട് തീർന്നു, എമ്പുരാൻ കഴിഞ്ഞിട്ട് റിലീസ്, എന്നിട്ട് റിലീസ് ആവുന്നില്ല. കൃത്യമായിട്ട് വേറെ കോമ്പറ്റീഷൻസ് അവർ നോക്കുന്നില്ല. ഓക്കെ, സ്റ്റുഡൻസിന് അവധിയുള്ള സമയം, ഫാമിലി ഓഡിയൻസ് വരാൻ ചാൻസ് ഉള്ള സമയം നോക്കിയിട്ട് അതിനുവേണ്ടി ടൈം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ള പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതെ. അപ്പോ അതിന്റെ ആ ഒരു പ്രൊമോഷൻ എന്താണ്, മാർക്കറ്റിംഗ് അവരെന്താണ് ഉദ്ദേശിക്കണമെന്ന് ഒരു പിടുത്തം കിട്ടാത്ത രീതിയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് റിലീസിംഗ് ഡേറ്റ് മാറ്റി വെച്ചോണ്ടിരിക്കല്ലേ. അത് ഇപ്പൊ എന്തായാലും ഫൈനലൈസ് ചെയ്തല്ലോ. അവർ ആ ഒരു വെക്കേഷൻ ടൈം, ആ ഒരു പീക്ക് അത് കിട്ടാൻ വേണ്ടിട്ടായിരിക്കും. മീൻസ് ഫാമിലി എനിക്ക് ഓഡിയൻസിനെ തോന്നുന്നു ആ സമയത്ത് തന്നെയാണ്. വേറെ പടങ്ങളും ഇല്ലല്ലോ. ആ സമയത്ത് വേറെ പടങ്ങളും ഉണ്ടെന്ന് തോന്നുന്നില്ല. ആ സമയത്ത് വേറെ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഒരു സാധനം ഉണ്ട് കേട്ടോ. ഒരാഴ്ച റെട്രോ കഴിഞ്ഞിട്ട് റെട്രോ എടാ retro അല്ലേ. കാർത്തിക് സുബ്ബരാജടാ. കാർത്തിക് സുബ്രാജ്. കാർത്തിക് അതെ സുബ്രാജ്. സംഭവം. അത് നമുക്ക് വേണമെങ്കിൽ അടുത്തൊരു എപ്പിസോഡ് ആക്കി പറയാം. അടുത്ത തുടരും കണ്ടു കഴിഞ്ഞിട്ട് റെട്രോന്റെ ചർച്ച നടക്കുന്നതാണ്. അത് കുറെ പറയാനുണ്ടാവും. ഡയറക്ടർ ടിപ്പിക്കൽ സംഭവം എന്താണ് അത് മാത്രം കിട്ടിയാൽ അതെ മതി. അതെ. ടിപ്പിക്കൽ ആ ഡയറക്ടർ. അതെ അതെ. ടിപ്പിക്കൽ ഡയറക്ടറിന് മാത്രം കിട്ടിയാൽ മതി. വേറെ ഒന്നും സംഭവം നമുക്ക് എനിക്ക് പുതിയതായിട്ടൊന്നും തോന്നുന്നു കിട്ടണമെന്നില്ല. മെയിൻലി ഇപ്പൊ തുടരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരും ഡയറക്ടറിന്റെ പേര് തരുൺമൂർത്തി എന്നുള്ള ഒരൊറ്റ പേര് കൊണ്ടായിരിക്കും എക്സ്പെക്ടേഷൻ കൂടുതലും, മാക്സിമം പറയാലോ. പിന്നെ എക്സ്പെക്ടേഷൻ കൂടിയ പോയിന്റ് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിലർ റിലീസ് ആയി കഴിഞ്ഞപ്പോ. ഓ അത് നേരാണ്. അത് നേരാണ്. കാരണം അതിന് മുമ്പ് വരെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, പോസ്റ്ററൊക്കെ കണ്ടിട്ട് എല്ലാവരും ഇതൊരു ഫാമിലി ഡ്രാമയാണ്, വീട്ടിലെ ഫാമിലി. ചെറിയ അതെ അതെ. പ്രശ്നങ്ങൾ, അല്ലറ ചില്ലറ അത് ഇത്, അതിനിടക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങനെ ഒരു ക്ലൈമാക്സ്, അതൊക്കെയാണ് അത് എല്ലാവരും ഓർക്കുന്നത്. പോരാ, ആൾക്കാരെ തിയേറ്ററിലേക്ക് പുള്ള് ചെയ്യാൻ വേണ്ടി അത് പോരാ, പുഷ് തിയേറ്ററിൽ ചെയ്യാൻ വേണ്ടിയല്ലേ. ആഹാ, പുഷ് ചെയ്യാൻ വേണ്ടി അത് പോരാ. കാരണം ഇപ്പോഴത്തെ ലൈക്ക് ഫാമിലി ഡ്രാമയാണോ, ഓക്കെ അധികം ഒന്നും ഇല്ലേ എന്ന്, എന്നാ പിന്നെ OTT വരുമ്പോ കാണാം എന്നുള്ള സംഭവമാണെങ്കിൽ സത്യം സത്യം. ആ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് ആൾക്കാർക്ക്. പക്ഷെ ആ ആറ്റിറ്റ്യൂഡ് ട്രെയിലർ ഓക്കെ ഇതൊരു സംഭവം ആയിരിക്കും എന്നുള്ള സാധനം ട്രെയിലർ വന്നപ്പോ മാറി. മേ ബി എല്ലാവരും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റും, അത് ഓക്കെ അറിയാം എൻജോയ് ചെയ്യാൻ പറ്റും. ബട്ട് സ്റ്റിൽ ആൾക്കാർ ഫാമിലി വീട്ടിലിരുന്ന് എൻജോയ് ചെയ്യണോ തിയേറ്ററിൽ ഇരുന്ന് എൻജോയ് ചെയ്യണോ എന്നുള്ളൊരു ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, അത് തന്നെ. അത് മാറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ഏതോ ഒരു ഫംഗ്ഷൻ, ഒരു അവാർഡ് വേണ്ട നീ ഫംഗ്ഷനില്
ഏതോ ഒരു അവാർഡ് ഫംഗ്ഷനിൽ ചോദിക്കുന്നുണ്ട്, ലാലേട്ടൻ ചോദിക്കും ശോഭനയോട്, ശോഭന നമ്മൾ എത്ര പടങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ ഒരു ഇത് തന്നെ ഏതോ എന്തോ 55-60 പടങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അതാ പറഞ്ഞ അത്രയും പടങ്ങളും ഉണ്ട് അവര്. അത് മാത്രല്ല ഒരു രസമുള്ള ഒരു കോംബോ ആണ് അവര്. ഇതിന്റെ സംതിങ് അകത്ത് മാജിക്കൽ. അപ്പൊ തിരിച്ച് അതും കൂടി ഞാൻ പറയാം, അതും ചിലപ്പോ അതും ഒരു എന്താ പറയാ ഫാൻസിനാണെങ്കിലും ഇപ്പൊ എനിക്ക് തോന്നുന്നു ഫാമിലി ഓഡിയൻസ് കുറെ പേരുണ്ടല്ലോ, ഇവരെ കാണണമെന്നുള്ള ആഗ്രഹമുള്ളവരുണ്ടാവുമല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു അതും ആ കുറച്ചും കൂടി തിയേറ്ററിലേക്ക് പുള്ള് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് ആളെ എന്നുവെച്ചാ കൊണ്ടുവരാനായിട്ട് ഒരു ഫാക്ടർ ആവാൻ ചാൻസ് ഉണ്ട്. ഇതിന്റെ അപ്പൊ എനിക്ക് തോന്നുന്നു അതൊരു തിയേറ്ററിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം ലാലേട്ടൻ ലാലേട്ടൻ ശോഭന കോംബോ, ആ ഒരു കോംബോ തന്നെ എത്രയോ ഹിറ്റുകളാണെങ്കിലും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു അതും ഒരു ഫാക്ടറായിട്ട് എനിക്ക് തോന്നുന്നു അതും എടുക്കാം എന്ന് തോന്നുന്നു. അതുണ്ട്, അതെടുക്കാൻ പറ്റിയൊരു കാര്യമാണ്. നേരാണ്, അത് കാണാൻ വേണ്ടി കുറെ പേര് വരും. ഈ എന്താ ഈ ഫാമിലി ഓഡിയൻസ് അതായത് അതെ പറയണം അതാ എന്ന് പറഞ്ഞ വെച്ചാൽ ഫാമിലി കുറെ പഴയ പേർക്ക് അത് ആൾക്കാര്. തിയേറ്ററിൽ കാണാൻ വേണ്ടിട്ട് അത് വരും. അവരെ കാണുക, അവരെ കണ്ടോണ്ടിരിക്കുക എന്നുള്ളൊരു ഇത് കൊണ്ട് മാത്രമായിട്ട് കയറും, കുറെ പേര് കയറും. അത് ആ ഒരു പർട്ടിക്കുലർ ടൈമില് ഇവരുടെ പീക്ക് ടൈമിലൊക്കെ നമ്മുടെ ഈ പ്രായമൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ഏജ് ആയിരുന്നു വെച്ചാൽ, അല്ലെങ്കിൽ അപ്പോൾ ആ ടൈമിലുള്ള ആൾക്കാർക്ക് ഇത് പിന്നെയും കാണുക എന്ന് പറയുന്നത് ഒരു ഇതാണ്. നൊസ്റ്റാൾജിയ. നൊസ്റ്റാൾജിയൊക്കെ അങ്ങനെ പറയാം. എല്ലാ തീറ്റയൊക്കെ നിതിന്റെ ഈ സമയം എന്ന് പറയുന്നത് ഇതുപോലത്തെ കാര്യങ്ങൾ ഓർക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് അവന്റെ വായിൽ അങ്ങനത്തെ അതുകൊണ്ടാണ് അവന്റെ നാവിന്ന് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം വരുന്നോണ്ടിരിക്കുന്നത്. നല്ല കാര്യമല്ല. നമ്മളെന്ത് പറയാനാ. അല്ലല്ല, എന്ത് പറഞ്ഞാൽ എന്താ ഏപ്രിൽ 25, ഇനിയിപ്പോ എത്ര ദിവസം ഉണ്ട്? ഇന്ന് 16, 17, 9, 10 അല്ല 20 അല്ലെ? 17, 16, 4, 20, 20, 5 അല്ലേ? 9 ദിവസം. അതല്ലേ പറഞ്ഞു, 9 days. കണക്കൊക്കെ പോയി. 7th ഡേ എന്ന് പറയുന്നത് 9th ഡേ. 9th ഒമ്പത് ദിവസം കൂടെ കഴിഞ്ഞിട്ട് എന്താകും എന്ന് കണ്ടറിയാം. എന്തായാലും മോശമാവില്ല എന്നുള്ള എനിക്കറിയാം. എനിക്ക് അല്ല ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു ഒരു 2 ദിവസം അല്ലെങ്കിൽ അടുത്ത ആഴ്ച സ്റ്റാർട്ടിങ് ആവുമ്പോഴത്തേക്കും പ്രമോഷണം തുടങ്ങുമായിരിക്കും. അതിപ്പോഴും അല്ലെ? തുടങ്ങിയിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ ശരിയാണ്, ആളെ കയറ്റാനായിട്ട് അതാണൊരു ഇത്. പക്ഷെ ആ സമയത്ത് അവരുടെ വായിന്ന് അറിയാതെ എന്തെങ്കിലും വീണ് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചെറിയ ഇപ്പൊ പണ്ട് നമ്മുടെ ഇവരൊക്കെ പറയണ പോലെ അറിയാതെ എന്തെങ്കിലുമൊക്കെ വീണ് പോയി കഴിഞ്ഞാൽ പിന്നെ എക്സ്പെക്ടേഷൻ കൂടാൻ ചാൻസ് ഉണ്ട്. മേ ബി എനിക്ക് തോന്നുന്നത് തരുൺ മൂർത്തി ചിലപ്പോ ഈ ഒരു ഇങ്ങനെയൊക്കെ തന്നെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോകും. എന്നിട്ട് ഒരു ആദ്യത്തെ ഫസ്റ്റ് ഡേ എങ്ങാനും കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ റിപ്പോർട്ട്സ് അനുസരിച്ചിട്ട് ചിലപ്പോ അവര് ഇത് പമ്പപ്പ് ചെയ്യുമായിരിക്കും, ഈ പ്രൊമോഷൻ പരിപാടിയൊക്കെ. അതെ 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 അതെ. കാരണം അവർക്ക് ചിലപ്പോ അവരുടെ പ്രൊഡക്റ്റിൽ എന്തെങ്കിലും വിശ്വാസം ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മുടെ ഖാലിദ് റഹ്മാനെ പോലെ എന്താണ് കഥ പറഞ്ഞിട്ട് പോയി കണ്ടോളൂ എന്ന് പറയുന്ന പോലെ. അതിലൊന്നും ഇല്ല. കഥ പറയാ അത്രേ ഉള്ളു. കൂടുതൽ എക്സ്പെക്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ടാണ് പുള്ളി ഓക്കെ നിങ്ങൾ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ ഇത് എനിക്ക് തോന്നണേ. ഇല്ല, പക്ഷെ ഞാൻ പറയട്ടെ, പക്ഷെ അതൊരു കോൺഫിഡൻസ് ലെവൽ അല്ലേ? കഥ പറഞ്ഞിട്ട് അത് പോയി കണ്ടോളൂ എന്ന് പറയുന്നത് ഒരു കോൺഫിഡൻസ് ലെവലായിട്ട് പറയാലോ. അതിലുള്ള ഇപ്പൊ നമ്മൾ ഈ റോക്കിയും ബാക്കിയുള്ള ലൈക്ക് ബോക്സിങ് ഹെറിറ്റേജ് ഉള്ള പടങ്ങളൊക്കെ കണ്ടിട്ട് ഓക്കെ മലയാളത്തിൽ ഒരു ബോക്സിംഗ് പടം തന്നെ ഓൾറെഡി മലയാളത്തിന്റെ ഒരു പേര് ഭയങ്കരമായിട്ട് നിൽക്കുന്നു. അപ്പം ആ ഒരു ലെവലിൽ നോക്കുമ്പോൾ ഓക്കെ ഇത്രയും ടെക്നിക്കലായിട്ടുള്ള നല്ല ക്രൂവും കാര്യങ്ങളും ഒക്കെ, തല്ലുമാല പോലെ ഒരു പടം ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ടീമിന്റെ പുറകെ വരുന്നത്. അപ്പൊ അത്രയും ടെക്നിക്കലി ആയിട്ടായിരിക്കും ബോക്സിങ്ങിനെ അവര് കൺസീവ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് പടം കാണാൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊന്നുമില്ല. ഓക്കെ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ടേംസും കാര്യങ്ങളും ബാക്കി കുറച്ചുകൂടെ എന്താ പറയാ, ഇപ്പൊ എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി പോലെ അല്ല, കുറച്ചുകൂടെ നമുക്ക് ബോക്സിങ് എന്താന്നും ബോക്സിങ്ങിലെ ബേസിക് ടേംസും കാര്യങ്ങളും എന്താന്നും നമുക്ക് അതിൽ നിന്ന് കിട്ടും. അതിനപ്പുറത്തേക്ക് ആ പടത്തിൽ ഒന്നുമില്ല. ലൈക്ക് എന്താ പറയാ, ഒരു 4-5 പയ്യന്മാര് ക്രീസ് മാർക്കിന് വേണ്ടി
ഇതുപോലെ ഇടിക്കാൻ പോകുന്നു, ഇടി കൊള്ളുന്നു, തിരിച്ചു വരുന്നു, അവിടെ ഒരു അടി ഉണ്ടാകുന്നു, ഇത്രയേ ഉള്ളൂ കഥ. അതില് ആൾക്കാർ കൂടുതൽ എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാലും പ്രശ്നം. അപ്പൊ ഓൾറെഡി ഉള്ളത് അല്ലടാ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ തീർന്ന്. തുടരും, നമ്മള് അതെ, വിഷയം മാറി. നമ്മള് വിഷയത്തിൽ തുടരുംന്റെ നമ്മൾ തെന്നി മാറി ഗൈസ്, വൈൻഡപ്പ് കുറെ ചെയ്യും. നമ്മൾ തുടരും എവിടേക്കാ പോയത്? തുടരും. ഇനി തുടരുമിന്റെ വൈൻഡപ്പ് പോർഷൻ തുടങ്ങാം. അതെ അതെ അപ്പൊ ഞാൻ എന്റെ കൺക്ലൂഷൻ പറയാം. അപ്പൊ നമ്മൾ ഇത്ര നേരം സംസാരിച്ചതിൽ ഇപ്പൊ എന്റെ ഒരു കാഴ്ച അല്ലെങ്കിൽ എന്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയാം, POV. എന്തായാലും 25-ാം തീയതി POV അല്ലെ, എന്റെ ഒരു POV മാത്രമല്ല, ഞാൻ എന്തായാലും 25-ാം തീയതി ഫസ്റ്റ് ഷോ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാ കാരണം വ്യാഴാഴ്ച വെള്ളിയാഴ്ച കണ്ടല്ലേ, വർക്കുണ്ട് പറക്കാൻ. അപ്പൊ നമുക്ക് എന്നൊരു 100 രൂപ എനിക്ക് ജീപ്പ് ചെയ്യണം, ഞാൻ പോയി കണ്ടിട്ട്. ഓക്കെ അപ്പൊ അത് കാരണം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും രാത്രിയിലത്തെ ഷോയാ എല്ലാം പോയി കണ്ടിട്ട് നമുക്ക് അതിന്റെ ഒരു എപ്പിസോഡ് നമുക്ക് എന്തായാലും ചെയ്യണം. കാരണം എനിക്ക് ഞാൻ പറഞ്ഞല്ലേ, എനിക്ക് ഈ സിനിമയെ ഏറ്റവും ഹുക്ക് ചെയ്തത് ഒന്നാമത്തെ ട്രെയിലർ ഇറങ്ങണതിന് മുമ്പ് എനിക്ക് അങ്ങനെ ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓക്കെ നമുക്ക് ഓക്കെ റിപ്പോർട്ട് അറിഞ്ഞിട്ട് പോകാം എന്നുള്ളൊരു മൂഡായിരുന്നു. പക്ഷെ ട്രെയിലർ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ശരിക്കും ഹുക്കായി. അത് നമുക്ക് ചെറിയൊരു ഹൈ തന്ന ഒരു ഫീലിംഗ് വരുമ്പോ ഇനി കാണണം. അതെ, ആ തെയ്യത്തിന്റെ ഒക്കെ ആ ഒരു ട്രാൻസിഷൻ, ജെയ്ക്സ് ബിജോയുടെ BGM അതും നമ്മൾ എടുത്തു പറയേണ്ട ഒരു സാധനമായിരുന്നു. കാരണം ടെക്നിക്കലി ജെയ്ക്സ് ബിജോയുടെ BGM ശരിക്ക് പാട്ടാണെങ്കിലും മെയിൻലി ആ ട്രെയിലറിലെ ഒരു ട്രാൻസിഷൻ വന്നേക്കുന്നത്, ആ BGMത്തിൽ കൂടിയുള്ള ആ ട്രാൻസിഷനും ലാലേട്ടന്റെ ആ ഒരു എക്സ്പ്രഷനിലൂടെയുള്ള ട്രാൻസിഷനും, അല്ലെങ്കിൽ രണ്ട് ഫേസ് കാണിക്കുന്ന പോലെ ഫീൽ ചെയ്തത് മ്യൂസിക്കിന്റെ ഒരു ഇതും കൂടി എടുത്തു പറയണം ജെയ്സ്. അതെ, അപ്പോ തരുൺമൂർത്തി, ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക്, എനിക്ക് തോന്നുന്നു നിഷാദിന്റെ നമ്മളിപ്പോ എഡിറ്റ് ചെയ്തേക്കുന്നത്. അല്ല ഇപ്പൊ പുള്ളി നമ്മളെ വിട്ടുപോയി. ഫൈനൽ എഡിറ്റ് ആയിരിക്കടാ. അതെ, പുള്ളി നമ്മളെ എനിക്ക് തോന്നല പുള്ളിയായിരിക്കും മൊത്തം എഡിറ്റ് ചെയ്ത് തോന്നില്ല. അല്ല, അത് വേറെ കാരണം ഈ ഇപ്പൊ പുതിയതായിട്ട് ഇതൊക്കെ പുള്ളി നമ്മളെ വിട്ടുപോയെങ്കിൽ അപ്പൊ പുള്ളിയുടെ ഒരു വർക്കും, അതുപോലെ തന്നെ ലാലേട്ടൻ ശോഭന, ദ ഐക്കോണിക് കോംബോ എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ എന്നെ ശരിക്കും തിയേറ്ററിലേക്ക് പുള്ളി ചെയ്യുന്നൊരു ഘടകങ്ങളാണ്. ഇപ്പൊ എന്തായാലും 25-ാം തീയതി ഞാൻ എന്തായാലും പോയി കാണും, നിങ്ങളും പോയി കാണണം. നമ്മളെന്തായാലും കണ്ടിട്ട് ഇന്റർവ്യൂവിൽ റിവ്യൂ പറയും. ഓക്കെ, എല്ലാരും അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതെ ഓക്കെ. അപ്പോ ദിസ് ഈസ് യദു, നിതിൻ and Arjun signing off from Extra Loud. See you on the next podcast. Till then, bye bye.